നമ്മളുടെ നാടിനെ നടുക്കുന്ന വലിയ ഒരു ദുരന്തത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണെങ്കിൽ അത് നമ്മുടെ തന്നെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഭാരതത്തെ സ്വന്തം ഭൂമിയായിട്ടും ഭവനമായിട്ടും ഏറ്റെടുത്തിട്ടുള്ളതാണ്. ആ നാട്ടിലെ ജനതകളുടെ ഇടയിൽ വിഭാഗീയതയുടെ വിത്ത് വിതച്ചുകൊണ്ട് വലിയ നാശത്തിൻ്റെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം. അതിൻ്റെ പുറകിൽ അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയുള്ള വലിയ ഒരു അറ്റാക്കിൻ്റെ പരിവേഷം നൽകുന്ന, നമ്മുടെ മുമ്പിലേക്ക് പരസ്യമായി പ്രത്യക്ഷപ്പെടാത്ത വലിയ ഒരു സംഘടിത ശക്തിയുണ്ട് എന്ന് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുകയാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, മൈത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടനമെന്നുള്ള ബാഹ്യമായ ഒരു കളറ് കൊടുത്തുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ പരിപൂർണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്ന ഭരണാധികാരികൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ സംസ്ഥാനത്തെ ഭരണകൂടം, ഇതിനൊക്കെ എതിരെയുള്ള വലിയ പ്രതിഷേധമാണ്. നമ്മെ പരസ്പരം വിഘടിപ്പിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അത് ക്രൈസ്തവ സ്നേഹത്തിനും വിശ്വാസത്തിനും എതിരാണ്. അതിനെതിരെ ശക്തമായിട്ട് പോരാടുക എന്നുള്ളത് ക്രൈസ്തവ ധർമ്മമാണ്. ഒരു സഭയുടെ അംഗങ്ങളാണ്. ക്രിസ്തു ശിരസ്സും നാം എല്ലാവരും അവയവങ്ങളായിട്ടുള്ള ഈ വിശ്വാസ സമൂഹം വിവിധ ഡിനോമിനേഷനുകളിൽപ്പെട്ടവരെ നശിച്ചു വീഴുമ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിന് നോക്കി നിൽക്കാനാകില്ല. അവരും ഈ ശരീരത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തൃശ്ശൂർ അതിരൂപതയിലെ ദൈവജനം മുഴുവനായി ഒരേ മനസ്സോടുകൂടെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ വേദനകൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് ഭരണകൂടം കാണണം. കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, ഇടപെടലുകൾ ഉണ്ടാകണം. ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണണം. അതിനുവേണ്ടിയാണ് ഈ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു മൗന അനുവാദത്തോടെ അല്ല ഇതെല്ലാം ഈ ആക്രമണങ്ങളെല്ലാം നടക്കുന്നത്. ഈ മൗനം നമ്മെ എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്തുന്നു. അവർ നേരിട്ടാണോന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു അദൃശ്യ ശക്തി വളരെ സംഘടിതമായിട്ട് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ മൗനം വെടിഞ്ഞ് ഈ സർക്കാരുകൾ ഉണർന്നെഴുന്നേൽക്കണം. ഇതിന് ഇടപെടാൻ സാധിക്കില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അത് ഏറ്റെടുത്ത്, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ ഇടപെടുകയും ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണുകയും വേണം. ഇത്രയും വലിയ രൂക്ഷമായൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വാക്ക് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി നിശബ്ദത പാലിക്കുന്നതിനെക്കുറിച്ചുള്ള വേദന ഈ മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അമിത്ഷാ അവിടെ പോയി, നമ്മളുടെ ആഭ്യന്തരമന്ത്രി പോയിട്ട് ഈ കലാപം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നത് നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഭരണ കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ സംഘടിതമായ ഇച്ഛാശക്തിയോടുകൂടെയുള്ള ഒരു പ്രവർത്തനം, ഒരു ഇടപെടൽ വളരെ വളരെ അനിവാര്യമാണ്. അതല്ലെങ്കിൽ ഭാരതത്തിനെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണത്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്നൊക്കെ ക്രൈസ്തവ ജനവിഭാഗത്തെ ഒരു ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അജണ്ടയുടെ ഒരു ഭാഗം കൂടിയാണ് ഇതെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ആരുടെയൊക്കെയോ അങ്ങനെ ഒരു അജണ്ട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ക്രൈസ്തവരാണ്, അവരെ തമ്മിൽ അടുപ്പിക്കാൻ പരസ്പരം ശത്രുത ഉളവാക്കുന്ന ഒരു പ്രവർത്തനം ആരുടെയോ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലൂടെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം അടിച്ച് നശിച്ചു പോകണം, മുട്ടാടുകളെ പരസ്പരം തല്ലിച്ച് ചോര കുടിക്കുന്ന അതേ വികാരത്തോടുകൂടി ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. അവർക്കെതിരെയാണ് ഈ സമരം. അങ്ങനെയുള്ള വാണിംഗ് ആണ് നമ്മുടെ ഈ പ്രതിഷേധ റാലി. തീർച്ചയായിട്ടും.